ഇന്നലെ നായർ സർവീസ് സൊസൈറ്റി NSSൻ്റെ പെരുന്ന ഓഫീസിൽ നിന്ന് രജിസ്ട്രാറുടെ വക പെരുന്ന ഓഫീസ് NSS രജിസ്ട്രാറുടെ വക ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഉത്തരവ് പ്രകാരം പത്തനാപുരം NSS യൂണിയൻ പിരിച്ചുവിട്ടിരിക്കുകയാണ്. പത്തനാപുരം NSS യൂണിയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗണേഷ് കുമാർ, KB ഗണേഷ് കുമാർ മന്ത്രിയാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. അതേ ഒരു അപ്രമാദിത്വത്തോടു കൂടി വളരെ വലിയ രൂപത്തിലായിരുന്നു അവിടെ പൊയ്ക്കൊണ്ടിരുന്നത്. അവിടെ ഒരു പത്മ കഫേ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ വരുന്നു. അതിൽ വലിയ അഴിമതിയാണ് NSSൻ്റെ ഭാരവാഹികൾ പറയുന്നത്. എന്തായാലും 19 പേരുള്ള കമ്മിറ്റിയിൽ 10 പേർ, 19-ൽ 10 പേരായി കഴിയുമ്പോൾ ഭൂരിപക്ഷമായി 10 പേർ നേരിട്ട് പെരുന്നയിൽ പോയി സുകുമാരൻ നായരെ കണ്ടു പറഞ്ഞു, ഞങ്ങൾ 10 പേരും രാജിവെക്കും. ഞങ്ങൾ രാജിവെക്കുകയാണ്. 10 പേർ രാജിവെച്ചാൽ പിന്നെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടല്ലോ. അങ്ങനെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട പത്തനാപുരം യൂണിയൻ പിരിച്ചുവിട്ടു NSSൻ്റെ. അപ്പോൾ ഇതിന് പിരിച്ചുവിടുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ വരുമെന്ന് മനസ്സിലാക്കിയ ഗണേഷ് പറഞ്ഞത് അത് കോൺഗ്രസ്സുകാരായ ചിലർ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതാണ്, ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി ഒരു കാര്യമില്ല, ഞാൻ തന്നെ നേതാവ്, അപ്രമാദിത്വമുള്ള നേതാവെന്ന് പറഞ്ഞു. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ പത്തനാപുരം യൂണിയൻ പിരിച്ചുവിട്ടു. അപ്പോൾ ഇനി അവിടെ പുതിയ യൂണിയൻ ഉണ്ടാക്കണം, പുതിയ സമിതി ഉണ്ടാക്കണം. 10ഓളം പേരാണ് ഇദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വത്തിനെതിരെ, ഗണേഷ് കുമാറിൻ്റെ അപ്രമാദിത്വത്തിനെതിരെ രംഗത്തിറങ്ങിയത്. അതിൽ കോൺഗ്രസിൻ്റെയും കൂടി സപ്പോർട്ടുണ്ട് എന്നുള്ളതാണ് ഗണേഷ് കുമാറിൻ്റെ ആരോപണം. കോൺഗ്രസിൻ്റെ സപ്പോർട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. കേരളത്തിൽ പൊതുവെ നൈതികത വർക്ക് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ ജനത അതിൽ വിശ്വസിക്കുന്നവരാണ്. വികസനം മാത്രമല്ല, പത്തനാപുരത്തെ റോഡ് നോക്കൂ, പത്തനാപുരത്തെ പാലം നോക്കൂ, പഞ്ചായത്ത് നോക്കൂ, ഈ പഞ്ചായത്ത് നോക്കൂ, ആ പഞ്ചായത്ത്, എല്ലായിടത്തും ഞാൻ വികസനം കൊണ്ടുവന്നില്ലേ എന്ന് ഗണേഷ് ചോദിക്കുമ്പോൾ മിസ്റ്റർ ഗണേഷ് കുമാർ മന്ത്രി മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഒരുപാട് വികസനം കൊണ്ടുവന്ന ആളാണ് സർ CP രാമസ്വാമി അയ്യർ. മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടിയിട്ടൊക്കെ വല്ലാതെ വാദിച്ചിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ ആ അയ്യർ അവസാനം പോയത് മൂക്ക് മുറിഞ്ഞുകൊണ്ടാണ് എന്ന് ചരിത്രത്തിൽ കിടക്കുന്നു. ഒരു മണി വെട്ടി എന്നും പറയുന്നു, വെട്ടിയില്ല എന്നും പറയുന്നു. അതായിക്കോട്ടെ, എന്തായാലും ചരിത്രത്തിലൊരു മൂക്ക് വെട്ട് കിടപ്പുണ്ട് രാമസ്വാമി അയ്യരുടെ. അതുപോലെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഓഫീസുകളെല്ലാം വളരെ കൃത്യമായിരുന്നു, പോലീസും പട്ടാളവും ഒക്കെ വളരെ കൃത്യമായി പ്രവർത്തിച്ചു. എന്നിട്ടും ഇന്ത്യൻ ജനത അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന ഇന്ദിരാഗാന്ധിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അറഞ്ചവും പുറഞ്ചവും തോൽപ്പിച്ചു. കേരളത്തിൽ വേറെയായിരുന്നു സ്ഥിതി. എന്തായാലും രാജ്യത്ത് അവർ പുറത്തുപോയി, ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. അതുപോലെ തന്നെയാണ് വികസനം മാത്രം പോരാ ജനങ്ങൾക്ക്. വിശക്കുന്ന വയറ്റിന് മതമല്ല പ്രശ്നം. വിശക്കുന്ന എരിയുന്ന വയറ്റിലെ തീയാണ്, വിശപ്പാണെന്ന് പറയാം. ഭക്ഷണം ഒരു പ്രധാന ഘടകം തന്നെയാണ്. പക്ഷേ വികസനം മാത്രമല്ല പ്രധാന ഘടകം. ആളുകളുടെ ആത്മാഭിമാനവും ആളുകളുടെ അന്തസ്സുമൊക്കെ വളരെ പ്രധാനമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അറിയാം പത്തനാപുരത്തെ ജനങ്ങൾ ആർക്കോട്ട് ചെയ്യുമെന്ന്. ജ്യോതികുമാർ ചാമക്കാല അവിടെ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് അദ്ദേഹം തോറ്റുപോയി. അതിനു മുമ്പേ സിനിമാ നടൻ ജഗദീഷ് അവിടെ മത്സരിച്ചു. ഭീമൻ രഘു BJPക്ക് വേണ്ടി മത്സരിച്ചു. പല ആളുകൾ മത്സരിച്ചു. അപ്പോഴൊക്കെ അപ്രമാദിത്വത്തോടു കൂടി ജയിച്ച് കയറിയ ഗണേഷിന് ജയിച്ച് കയറാൻ കഴിഞ്ഞത് NSS യൂണിയൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നായർ സർവീസ് സംഘങ്ങളുടെയും NSS അവിടെ ശക്തമായി നേതൃത്വമുള്ളൊരു സ്ഥലമാണ്. പത്തനാപുരവും കൊല്ലവും ഒക്കെ, കൊട്ടാരക്കരയും ഒക്കെ ഗണേഷ് കുമാറിന് വിളക്കുടി പഞ്ചായത്ത്, വിളക്കുടിയും തലവൂരും ഒക്കെ, തലവൂർ പഞ്ചായത്തിലൊക്കെ കേരള കോൺഗ്രസ്, ഈ ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസ് Bക്ക് കുറേ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്ത് സമിതിയൊക്കെ ഉള്ളതാണ്, മെമ്പർമാരൊക്കെ ഉള്ളതാണ്. അവിടെ അവർക്കൊരു സംവിധാനമുണ്ട്. കേരള കോൺഗ്രസ് Bക്ക് കുറച്ച് വോട്ടുകൾ ഉള്ളൊരു സ്ഥലമാണ് ഈ പത്തനാപുരവും തലവൂരും വിളക്കുടിയും പിറവന്തൂറും. ആ ഒരു ബെൽറ്റ്, അതായത് പത്തനാപുരത്തിൻ്റെ ഒരു ബെൽറ്റിൽ അവർക്ക് കുറച്ച് വോട്ടുകൾ ഉള്ളതാണ്. പക്ഷേ ആ വോട്ടുകളിൽ നല്ലൊരു ഭാഗവും നായന്മാരുടെ വോട്ടാണ്. ആ വോട്ടിലാണ് കൃത്യമായ വിള്ളൽ വീണിരിക്കുന്നത്. 19-ൽ 10 പേരും മാറിയിട്ടുണ്ട്. അവർ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അവിടെ ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. അവിടെ ഗണേഷ് കുമാർ അല്ലെങ്കിലും കേരളത്തിലെ ജനത തീർച്ചയായിട്ടും ആലോചിക്കേണ്ടത്, വളരെ ഗൗരവമായി ആലോചിക്കേണ്ടത്, കുട്ടികളുടെ കേസിൽ, സ്ത്രീകളുടെ കേസിൽ, അതുപോലെ തന്നെ മോഷണ കേസിൽ, ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ കൃത്യമായൊരു ആത്മാഭിമാന ബോധമുള്ള ജനതയാണെങ്കിൽ, ഒരു ജനാധിപത്യ ബോധമുള്ള ജനതയാണെങ്കിൽ, ഒരു സ്വാതന്ത്ര്യ ബോധമുള്ള ജനതയാണെങ്കിൽ, ഒരു അന്തസ്സിൽ വിശ്വസിക്കുന്ന ജനതയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്രാവശ്യം ഗണേഷ് കുമാറിന് വോട്ട് ചെയ്യുക എന്നൊരു ചോദ്യം അവിടെ സാധാരണ ഇടതുപക്ഷക്കാരെ മനസ്സിലുമുണ്ട്. അതുകൊണ്ട് CPMക്കാർ തന്നെ പറയുകയാണ്, ഇപ്രാവശ്യം ഗണേഷിനോട് ഞങ്ങൾക്കൊരു കാരുണ്യവുമില്ല, അദ്ദേഹത്തിന് ഞങ്ങൾ മന്ത്രിയാക്കി. VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ ചെവിക്ക് പിടിച്ച് പുറത്താക്കുമായിരുന്നു. VS അച്യുതാനന്ദന് കാമപ്രാന്താണെന്ന് വരെ പറഞ്ഞ് പിണറായിയുടെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റി സരിത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുമായി
ബന്ധപ്പെടുത്തി സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ അടക്കം വല്ലാതെ ഉപദ്രവിച്ച് ഉമ്മൻചാണ്ടിയെ ഒക്കെ വളരെ മോശമാക്കി ആ ഒരു ഗവൺമെൻറ്റിനെ തന്നെ താറടിച്ച് കാണിച്ച് അവസാനം പുറത്തു പോയി ആ ഗവൺമെൻറ്റിൽ നിന്ന് രാജിവെക്കേണ്ടി വന്ന ഗണേഷ് കുമാർ തീർച്ചയായിട്ടും പിന്നെ വലിയ തോതിലാണ് CPM-ലേക്ക് പോയി. അത് വലിയ രീതിയിലാണ് VS അച്യുതാനന്ദനെയും ഉമ്മൻചാണ്ടിയും ഒക്കെ വല്ലാതെ തെറി പറഞ്ഞത്. പക്ഷേ അങ്ങനെ വളരെ അപ്രമാദിത്വത്തോടു കൂടി നിൽക്കുമ്പോഴാണ് വീണ്ടും ഞാനിത് ജയിക്കും, കാരണം അദ്ദേഹം ട്രാൻസ്പോർട്ട് വകുപ്പിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്തു. ഗണേഷ് കുമാർ മനസ്സിലാക്കുക, താങ്കൾ ട്രാൻസ്പോർട്ട് വകുപ്പിൽ എന്ത് ചെയ്തെങ്കിലും ട്രാൻസ്പോർട്ട് വകുപ്പിനെ എല്ലാ കാലത്തേക്കും താങ്കൾ ലാഭത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും താങ്കളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി താങ്കൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ കാണിച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ജനം കരുതുക തന്നെ ചെയ്യും, അത് മനസ്സിലാക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ആദ്യത്തെ അടിയാണ് NSSൻ്റെ അവിടുത്തെ പിരിച്ചുവിടൽ. NSS യൂണിയൻ അവിടെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. താങ്കൾക്ക് ഇനി അവിടെ പ്രസിഡൻ്റായിരിക്കാൻ കഴിയില്ല എന്ന സ്ഥിതി വന്നിട്ടുണ്ട്. പുതിയ യൂണിയൻ ഉണ്ടാക്കണം അവിടെ. അതിന് രജിസ്ട്രാർ അതിൻ്റെ നടപടിക്രമങ്ങൾ പെരുന്നയിൽ നിന്ന് ആരംഭിക്കണം. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് വരെ അതിനുള്ള സാധ്യതയില്ല. സുകുമാരൻ നായർ വളരെ കൃത്യമായി പറഞ്ഞു, അവിടെ പിന്നെ ഗണേഷ് കുമാർ പ്രസിഡൻ്റ് ആയതുകൊണ്ടല്ല പിരിച്ചുവിട്ടതിൻ്റെ കാര്യം 19 അംഗങ്ങളിൽ 10 പേർ ഗണേഷിനെതിരെ വന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. രണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഗണേഷിൻ്റെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഗണേഷ് കുമാറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ പത്മ കഫേ എന്ന് പറയുന്ന ഹോട്ടൽ പണിയുന്നതിൽ ഗണേഷ് കുമാറിൻ്റെ അപ്രമാദിത്വവും അതിൽ നടക്കുന്ന അഴിമതിയും സുതാര്യതയില്ലായ്മയും അതുപോലെ തന്നെ ഈ വ്യക്തി എന്നുള്ള നിലയിൽ ഒരു തമ്പുരാൻ കളിയുണ്ട്. ബാലകൃഷ്ണപിള്ള തമ്പുരാൻ കളിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാകും, കിഴൂട്ട് രാമൻപിള്ള തമ്പുരാൻ കളിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാകും. അതൊക്കെ വലിയ ആഠ്യത്വമുള്ള വേറൊരു സംവിധാനത്തിലുള്ള നേതാക്കളാണ്, അല്ലെങ്കിൽ വളരെ പെരുമയുള്ള നേതാക്കളാണ്. പക്ഷേ ഗണേഷ് കുമാർ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കില്ല, അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വത്തിന് ഞങ്ങൾക്ക് നിന്നു കൊടുക്കാൻ മനസ്സില്ല, സൗകര്യമില്ല എന്നാണ് പത്തനാപുരത്തെ നായർ കമ്മ്യൂണിറ്റി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനമെന്നോളമാണ് അവിടെ പിന്നെ ഗണേഷ് കുമാറിനെ പ്രസിഡൻ്റായിട്ടുള്ള യൂണിയൻ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇനി 10ഓളം പേർ, ആ പിരിച്ചുവിട്ടതിൽ 19 പേരിൽ 10ഓളം പേർ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അവർ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി ഇറങ്ങുമോ? അവിടെ നടന്നിട്ടുള്ള അഴിമതികളും പത്മ കഫേൽ അഴിമതിയും ഗണേഷ് കുമാറിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളുമൊക്കെ എടുത്തിട്ട് അലക്കി നാശക്കോട്ടയാക്കി പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല വിജയിക്കുമോ? കേരളത്തിലാകെ ഒരു കോൺഗ്രസ് UDF ട്രെൻഡ് കിടക്കുന്നുണ്ട്. ആ ട്രെൻഡിൽ കടപുഴകി വീഴുമോ ഗണേഷ് കുമാർ? ആ ട്രെൻഡിൻ്റെ കുത്തൊഴുക്കിൽ, പുതുയുഗ കുത്തൊഴുക്കിൽ, VD സതീശൻ്റെ കുത്തൊഴുക്ക് യാത്രയിൽ പത്തനാപുരം ഗണേഷ് വീഴുമോ? ജ്യോതികുമാർ ചാമക്കാല MLA ആകുമോ?